Hello everyone. ഞാൻ ഡോക്ടർ റമീസ് നജീബ് SK ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ആൻഡ് കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ പൾമണോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മുടെ ഹെൽത്ത് ടോക്കിൽ നമ്മുടെ ടോപ്പിക് വിൽ ബി വേൾഡ് ആസ്മ ഡേ. ഇന്നാണ് വേൾഡ് ആസ്മ ഡേ, അതായത് എല്ലാ മെയ് മാസം ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് വേൾഡ് ആസ്മ ഡേ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ആസ്മ ഡേയുടെ ഇമ്പോർട്ടൻസ്? അപ്പോൾ ആസ്മ എന്നാൽ ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. അറൗണ്ട് മോർ ദാൻ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു 35 മില്യൺ പേഷ്യൻസ് ഓഫ് ആസ്മ ആർ ദെയർ. അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ആസ്മ ഡേ ആചരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ കൊല്ലത്തെ തീം എന്ന് വെച്ചാൽ ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്നുള്ളതാണ് ഈ കൊല്ലത്തെ തീം. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ജീന എന്ന് പറഞ്ഞ സൊസൈറ്റി ഉണ്ട്, ആസ്മയുടെ ഗ്ലോബൽ സൊസൈറ്റിയാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അഥവാ ഡോക്ടേഴ്സ് അവർ പേഷ്യൻസിനെ അഥവാ സമൂഹത്തിന് ആസ്മയെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് പേഷ്യൻറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ദ സിംറ്റംസ് ദംസെൽവ്സ് ആൻഡ് manage themselves. They can have a plan, asthma action plan to manage their symptoms and when to take treatment from a hospital. അപ്പോൾ അതാണ് ഈ കൊല്ലത്തെ ആസ്മ ഡേ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആസ്മ ഒരു ക്രോണിക് എയർവേ ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിനെ വളരെ കാലമായിട്ട് ബാധിക്കുന്ന ഒരു നീർക്കെട്ട് അഥവാ ഒരു ഇൻഫ്ലമേഷനാണ്. ഇതുമൂലം നമുക്ക് ശ്വാസം മുട്ട്, ചുമ, ദീർഘകാലമായിട്ടുള്ള ചുമ ഇതെല്ലാം അനുഭവപ്പെടാം. ആസ്മ തന്നെ വളരെ വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസ്മാസ് ആർ ദെയർ. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ അലർജിക് ആസ്മയാണ്. നമുക്ക് ബൈ ബർത്ത് വരുന്ന അലർജിക് ആസ്മ, പിന്നെ ഒബീസിറ്റി മൂലം അഥവാ ഓവർ വെയ്റ്റ് കാരണം വരുന്ന ആസ്മ, പിന്നെ റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസോ വൈറൽ ന്യൂമോണിയ അഥവാ TB ഇതിനൊക്കെ ശേഷം വരുന്ന ആസ്മയുണ്ട്. പിന്നെ ഉള്ളത് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ. അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ആസ്മാസ് ആർ ദെയർ. സോ കമ്മിങ് ടു ആസ്മ, ദർ ആർ ലോട്ട് ഓഫ് മിത്സ് ആൻഡ് ഡിസ്ബിലീഫ്സ്. അത് വളരെയധികം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു ഫീൽഡാണ് ആസ്മ ട്രീറ്റ്മെൻറ്റ്. ജനങ്ങൾക്കിടയിൽ പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് ആസ്മ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അഥവാ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ലൈഫ് ലോങ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് അഡിക്റ്റഡ് ആയി പോകുക എന്നുള്ളത്. അപ്പോൾ എല്ലാ പേഷ്യൻസിലും നമുക്ക് ലൈഫ് ലോങ് ആവശ്യം വരാറില്ല. ദേ ക്യാൻ ടേക്ക് എ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആഫ്റ്റർ കൺസൾട്ടിങ് എ പ്രോപ്പർ pulmonologist or a healthcare physician. They can effectively control their symptoms, and sometimes a small percentage of patients can be kept off asthma treatment. പക്ഷേ മെജോറിറ്റി ഓഫ് പേഷ്യൻസിന് ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ആസ്മ ഡിസീസിൻ്റെ അതൊരു ക്രോണിക് ഇൻഫ്ലമേഷനാണ്. ഇത് കണ്ടിന്യൂസ് ഒരു ഡിസോർഡർ ആയതുകൊണ്ട് മാത്രം വരുന്നതാണ്. അത് മരുന്നിൻ്റെ ഒരു അഡിക്ഷൻ പൊട്ടൻഷ്യലോ അതുകൊണ്ട് വരുന്നതല്ല. പിന്നെ പറഞ്ഞുള്ളതെന്ന് വെച്ചാൽ അനദർ മിത്ത് ഈസ് ദാറ്റ് ആസ്മ സൈഡ് എഫക്ട്സ് ആണ്. ആസ്മ ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് എഫക്ട്സ്. അപ്പം നമ്മൾ ടാബ്ലറ്റ്സോ മറ്റ് അതർ ഫോംസ് ഓഫ് മെഡിക്കേഷൻസ് എടുക്കുന്നതിനെക്കാട്ടിൽ സേഫാണ് ഇൻഹേലേഴ്സ്. കാരണം ഇൻഹേലേഴ്സ് നമുക്ക് മെഡിസിൻസ് ഡയറക്റ്റ് ലങ്സിലേക്ക് എത്തുന്നതും അതുമൂലം ബ്ലഡിലേക്ക് അധികം അബ്സോർപ്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ ലോക്കൽ എഫക്ട്സ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ മോർ effective and more quick action and more quick relief of symptoms along with a lower side effect profile. അപ്പോൾ അതാണ് പാർശ്വഫലങ്ങൾ കുറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഫോമാണ് ഇൻഹേലേഴ്സ് കമ്പയർഡ് ടു ടാബ്ലറ്റ്സ്. ഇപ്പോൾ നമ്മൾ പഴയ കാലമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കധികം ഇൻഹേലേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ടാബ്ലറ്റായിട്ട് സ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ ഇൻഹേൽഡ് അസ്താലിൻ പോലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ ആയിരുന്നു മെയിനായിട്ട് ആസ്മ ട്രീറ്റ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പാർശ്വഫലങ്ങൾ കൂടുതലാണ്, എസ്പെഷ്യലി ഓൾഡ് ഏജ് പേഷ്യൻസ്. ഇപ്പോൾ കറണ്ട് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഇൻഹേലേഴ്സ് വളരെ സേഫാണ് ആൻഡ് സൈഡ് എഫക്റ്റ് കുറവുമാണ്, മോർ എഫക്റ്റീവ്. അനദർ മിത്ത് എന്ന് വെച്ചാൽ ആസ്മ ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് അഥവാ ജീവഹാനി ഉണ്ടായേക്കാവുന്ന അസുഖം എന്നുള്ളതാണ്. യെസ്, പഴയ കാലത്ത് അല്ലെങ്കിൽ ഇൻ ദ പ്രീവിയസ് ടൈംസ് ഇറ്റ് വാസ് സീരിയസ് ഓർ സീരിയസ്ലി ലൈഫ് ത്രെറ്റനിങ് ഡിസീസ്, ബട്ട് വിത്ത് ദ ഇൻവെൻറ്റ് ഓഫ് ഇൻഹേലേഴ്സ് ആൻഡ് മോർ effective medications, currently it is very controllable and the mortality has definitely decreased over the last few decades. എന്താണ് ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ്? ആസ്മയ്ക്ക് നമുക്ക് ഏറ്റവും
ഡ്രഗ് ഓഫ് ചോയ്സ് അഥവാ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് ആണ്. ഇൻഹെയിൽഡ് ഫോം ഓഫ് സ്റ്റിറോയിഡ് ഇൻഹെയിൽഡ് ഫോമായിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് എഫക്ട്സ് വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു ടാബ്ലറ്റ്സ്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഒരു 90% പേഷ്യൻസിനും അല്ലെങ്കിൽ 90 to 95% ഓഫ് പേഷ്യൻസും നമുക്ക് ഇൻഹേലേഴ്സ് കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ നമുക്ക് വേറെ ടാബ്ലറ്റ്സ്, ചില പേഷ്യൻസിന് സ്റ്റിറോയിഡ്സ് വരേണ്ടി വരാറുണ്ട്. ചില പേഷ്യൻസിന് ഒരു സിവിയർ ആസ്മ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. അറൗണ്ട് ഒരു 7 മുതൽ 10% ആളുകളിൽ വരെ സിവിയർ ആസ്മ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ചിലപ്പം ഇൻഹേലേഴ്സിൻ്റെ കൂടെ സ്റ്റിറോയിഡ്സ് വേണ്ടി വരാം. അല്ല അതിന് പുറമെ ബയോളജിക്കൽസ് പോലുള്ള ഇഞ്ചെക്റ്റബിൾ മരുന്നുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഓൺ ദിസ് ആസ്മ ഡേ നമ്മൾ ആസ്മ ഉണ്ടെന്ന് അറിയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ആസ്മ ഉണ്ടെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. പ്രോപ്പർലി ട്രീറ്റ് ചെയ്താൽ അബ്സല്യൂട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആസ്മ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ മെഡിക്കേഷൻസ് എടുത്ത് ആസ്മ കൺട്രോൾ ചെയ്തിട്ട് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ കൊല്ലത്തെ നമ്മൾ ആസ്മ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.